കുറച്ച് വൈകി പോയി. വീട്ടിലൊന്നും കയറി. ഇവിടെ ശാസ്ത്രങ്ങൾക്കാണ് താമസം. ഇപ്പോൾ ഏകദേശം 2 വർഷമായി. അപ്പോൾ കുറേ ദിവസം കഴിഞ്ഞ് വീട്ടിലേക്ക് വരുന്നത് ജസ്റ്റ് ഒന്ന് വീട്ടിൽ കയറിയിട്ട് വരാമെന്ന് വെച്ചു. അതുകൊണ്ട് തന്നെ കയറിയിട്ട് വന്നതുകൊണ്ട് ഒന്ന് താമസിച്ചു. എന്തായാലും ഇങ്ങനൊരു പരിപാടിയായിട്ട് ബന്ധപ്പെട്ട് തിരുവനന്തപുരത്ത് ആദ്യമായിട്ടാണ് ഇങ്ങനൊരു പ്രോഗ്രാം അല്ലെങ്കിൽ ഒരു ഇനോഗ്രേഷൻ വരുന്നത് തന്നെ ആദ്യമായിട്ടാണ്. അപ്പം ഒരുപാട് എൻ്റെ ആദ്യത്തെ ഉത്ഭവമാണ് തിരുവനന്തപുരത്തുള്ള. അതിൽ സന്തോഷം. അതൊരു എനിക്ക് ഏകദേശം കുറച്ച് വർഷം മുന്നേ തമിഴ്നാട്ടില് എനിക്കൊന്ന് കോയമ്പത്തൂർ സേലം ഭാഗത്തായിട്ട് പേപ്പറിൽ വായിച്ചൊരു വാർത്തയാണ്. അവിടെ ഒരു വലിയൊരു സ്കാം ആയിരുന്നു. എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടുത്തെ കുറച്ച് ആൾക്കാരുടെ കൂടെയായിട്ട്, അവിടുത്തെ അല്ല പുറത്തുള്ള കുറച്ച് ആൾക്കാരെ കൂടെ ഒരു ബാങ്ക് സ്റ്റാർട്ട് ചെയ്തു. ആ ബാങ്ക് സ്റ്റാർട്ട് ചെയ്തിട്ട് അവര് ഇപ്പം ഏതൊരു നാഷണലൈസ്ഡ് ബാങ്കാണെന്ന് തോന്നുന്നത്. ഇതൊരു ബാങ്കിന്റെ ഫ്ലക്സ് വയ്ക്കുന്നു, അവർ ഇത് ചെയ്യുന്നു, അവര് അക്കൗണ്ട്സ് തുടങ്ങുന്നു, പരിപാടി. ആൾക്കാരെ വായിച്ചിട്ടുണ്ടോ കുറെ പേരൊക്കെ? അതിനെ ബേസിൽ ഞങ്ങളൊരു സിനിമ ചെയ്തിരുന്നു, പാർട്ട്നേഴ്സ് എന്ന് പറഞ്ഞിട്ടൊരു സിനിമ. അങ്ങനെ ആ നാട്ടിലെ മൊത്തം ആൾക്കാരെ പറ്റിച്ചിട്ട് ഇവര് ഒന്ന് പോയി കളഞ്ഞു. അങ്ങനെ എന്നുവെച്ചാൽ സേവിങ്സ് അക്കൗണ്ട് തുടങ്ങുന്നു ആൾക്കാര് നാട്ടിൽ. കാരണം ഭയങ്കര റൂറൽ ആയിട്ടുള്ള സ്ഥലമായതുകൊണ്ട് തന്നെ അവിടുത്തെ ആൾക്കാർക്കൊന്നും ഇതിനെ കുറിച്ചൊന്നും വലിയ അറിവില്ലാത്തതുകൊണ്ട് തന്നെ ആൾക്കാരൊക്കെ പോയിട്ട് ആ നാട്ടിലൊരു പുതിയൊരു ബാങ്ക് വരുന്നതോടുകൂടി അവരൊക്കെ പോയിട്ട് ഈ ബാങ്കിലേക്ക് പോയി പൈസ നിക്ഷേപിക്കുകയും അവരുടെ സേവിങ്സ് ഒക്കെ കൊണ്ടുപോയി ബാങ്കിൽ ഇടുകയും ഒക്കെ ചെയ്ത് അങ്ങനെ ഒരു ദിവസം ഇതൊക്കെ കൊണ്ടാണ് ബാങ്കിലെ മൊത്തം ടീം നാട് വിട്ടു. അപ്പൊ ഞാൻ അപ്പൊ ചിന്തിച്ചിരുന്നു, അപ്പൊ അങ്ങനെ ഇത് തമിഴ്നാട്ടില് നടക്കും, നമ്മുടെ നാട്ടില് നടക്കുവോ? ഒരിക്കലും നടക്കില്ല. അതിന് വ്യക്തമായ കാരണം വെച്ച് കഴിഞ്ഞാൽ നമ്മളിവിടെ വരുമ്പോൾ തന്നെ ഇതൊരു സംരംഭം ഉണ്ടാകുന്ന കാരണം തന്നെ നമുക്ക് എല്ലാത്തിനോടൊരു സംശയം. ഇത് ശരിയാണോ? ഇതെന്താ പരിപാടി? കാരണം എല്ലാത്തിനോടൊരു സംശയം ഉണ്ടാവും. ഇതെന്താ തട്ടിപ്പാ? ആദ്യം നമ്മൾ ആ കണ്ണിലൂടെ എന്തൊരു സംരംഭം തുടങ്ങുവാണെങ്കിലും അതൊരു ചെറിയൊരു ജ്യൂസ് കട ആയിക്കോട്ടെ, ഒറിജിനൽ ആയിക്കോട്ടെ, എല്ലാത്തിനോടുള്ളൊരു സംശയവും ഒരു ഇതും. അതുകൊണ്ട് തന്നെ ഈ നാട്ടില് ഇവരിങ്ങനൊരു സംരംഭം തുടങ്ങുന്നുണ്ടെങ്കിൽ ഇത്രയും സംശയാലുക്കളായിട്ടുള്ള ഇത്രയും പ്രശ്നക്കാരായിട്ടുള്ള മലയാളികൾക്കിടയിൽ, അതും പ്രത്യേകിച്ച് തലസ്ഥാന നഗരിയിൽ ഇങ്ങനെയൊരു സ്ഥലത്ത് തുടങ്ങുന്നുണ്ടെങ്കിൽ കൃത്യമായിട്ടുള്ള അതിനെക്കുറിച്ചുള്ള ഒരു പഠനവും അറിവും അല്ലെങ്കിൽ അതിൻ്റെ ഒരു എക്സ്പീരിയൻസും ഈ സംരംഭത്തിന്റെ പുറകിൽ പ്രവർത്തിക്കുന്ന എല്ലാവർക്കും ഉണ്ടെന്നുള്ളതാണ് എന്റെ വിശ്വാസം. കാരണം നമ്മുടെ നാട്ടിൽ ഇത്തരമുള്ള ഉടായ്പ പരിപാടികളൊന്നും തന്നെ അധികാരം നിൽക്കില്ല, ചെലവാവില്ല എന്നുള്ളതാണ് സത്യാവസ്ഥ. അതുകൊണ്ട് തന്നെ ഇതിന്റെ ഒരു ക്രെഡിബിലിറ്റി അല്ലെങ്കിൽ ഇങ്ങനെ ഒരു പ്രത്യേകിച്ച് നോൺ ബാങ്കിങ് ഫിനാൻസ് കമ്പനികൾ ഒരുപാട് എണ്ണമുണ്ട്. അതും RBIയുടെ അണ്ടറിലല്ല, RBIയുടെ ഇതിൽ തന്നെ വരുന്നതാണ്. അതിൽ ഡെഫിനറ്റ്ലി ഇങ്ങനെ ഒരു കോമ്പറ്റീഷൻ ഉള്ള ഡെഫിനറ്റ്ലി ഇങ്ങനെ ഒരു ഇതിൽ നിൽക്കുമ്പോൾ എന്തൊക്കെ പറഞ്ഞാൽ ഒരു റിസർച്ചും ഒരു പഠനമൊക്കെ നടത്തിയതിന്റെ പുറകിൽ ഇവരുടെ അടുത്തൊരു എഫേർട്ടൊക്കെ എന്തായാലും ഭീകരമായിരിക്കും. അതുകൊണ്ട് തന്നെ ഈ സംരംഭം തീർച്ചയായും വിജയിക്കും എന്നുള്ളൊരു വിശ്വാസത്തോടു കൂടി എല്ലാവിധ ആശംസകളും ഭാവങ്ങളും നേർന്നുകൊണ്ട് നന്ദി. നമ്മുടെ ഏറ്റവും